ഇവിടെ ശ്രീനാരായണ ഗുരുവിനെ തെറ്റായി വായിച്ചതിന് വെള്ളാപ്പള്ളി നടേശനല്ല ഉത്തരവാദി. തെറ്റായി വായിക്കുകയും തെറ്റായി പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ്. ജാതിയില്ല, മതമില്ല, ഒരു ജാതി ഒരു മതം ഒരു ദൈവം എന്ന് പറഞ്ഞത് ജാതിയില്ല, മതമില്ല, സന്യസില്ല, ജാതിയും മതവും ഇല്ല. അത് സത്യമാണ്. സനാതന ധർമ്മത്തിന്റെ ശക്തനായ വക്താവ് തന്നെയാണ് അദ്ദേഹം. മതമാറ്റത്തെ നിയന്ത്രിക്കാനും നിരോധിക്കാനും തന്നാലാകുന്ന വിധം പ്രവർത്തനം നടത്തിയ ആളാണ് ശ്രീനാരായണ ഗുരുദേവൻ. മതമാറ്റ രസവാദം എന്ന കുമാരനാശാന്റെ കൃതിയൊക്കെ ശ്രീനാരായണ ഗുരുദേവന്റെ ആഗ്രഹപ്രകാരം കുമാരനാശൻ SNDP പ്രഥമ യോഗ സെക്രട്ടറി. മതമാറ്റ രസവാദം എന്ന കൃതി എഴുതിയത് പ്രഥമ യോഗം സെക്രട്ടറി SNDP പ്രഥമ യോഗം സെക്രട്ടറിയായ കുമാരനാശാനാണ്. SNDP പ്രഥമ യോഗം സെക്രട്ടറിയായ കുമാരനാശാനാണ് മാപ്പിള എന്ന പേരേറെ കയറ്റുന്നു വേപ്പിലയേക്കാൾ ചെകിട്ടിനേറെ എന്ന് എഴുതിയ ദുരവസ്ഥ. ക്രൂര മുഹമ്മദ് ചിന്തുന്ന ഹൈന്ദവ ചോരയാൾ ചോന്നഴു മേറമാട്ടി. ഇത് എഴുതിയത് പ്രഥമ യോഗം സെക്രട്ടറി, SNDP പ്രഥമ യോഗം സെക്രട്ടറി. അത് ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ, ശ്രീനാരായണ ഗുരുദേവൻ സമാധിയാവുന്നതിന് മുമ്പ് പരിചാലാണല്ലോ കുമാരനാശൻ. ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിക്കുമ്പോൾ അരുത് കുമാര എന്ന് പറയാനുള്ള സർവ്വസ്വാതന്ത്ര്യവും ശ്രീനാരായണ ഗുരുദേവൻ ഉള്ളപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവന്റെ നിർദ്ദേശപ്രകാരമാണ് ലഹളബാധിത പ്രദേശങ്ങൾ സന്ദർശിച്ചത് കുമാരനാശൻ. അപ്പോ അത് SNDP സമാജത്തിൽ ഒരു മതം ഒരു ജാതി എന്നൊക്കെ നിലനിൽക്കണമെങ്കിൽ ആരും അവഗണിക്കപ്പെടരുത്, ആരും ആക്രമിക്കപ്പെടരുത്. അതല്ലെങ്കിൽ എല്ലാം കൂടെ ഒറ്റ ജാതിയിൽ പോകും. അതല്ല അദ്ദേഹം ഉദ്ദേശിച്ചത്. ഒരു ജാതി എന്ന് പറഞ്ഞാൽ ഒരു മതം എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഒരു മതത്തിൽ പെടുകയെന്നോ എല്ലാവരും കൂടി ഒരു ജാതിയിൽ പെടുക എന്നുള്ളതല്ല. എല്ലാ ജാതിക്കാർക്കും എല്ലാ മതക്കാർക്കും തുല്യമായ അവസരവും പരിഗണനയും തരണം. ആരും അവഗണിക്കപ്പെടരുത്. ഇതിനപ്പുറം ശ്രീനാരായണ ഗുരുദേവന് മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല. ജാതി ഭേദം മതദ്വേഷമില്ലാതെ സോദരത്വേന വാഴണം. അല്ലാതെ ഒരാൾ അടിമയും ഒരാൾ ഉടമയും ഇല്ല. ചിലരടിമകളും ചിലരുടമയുമാകുന്ന അവസ്ഥയല്ല ജാതി ഭേദം മതദ്വേഷം എന്നുള്ളത്. അതിശക്തം സനാതന ധർമ്മത്തിന്റെ വക്താവാണ്. 80-ലധികം ക്ഷേത്രങ്ങൾ തൃക്കരങ്ങളെ കൊണ്ട് പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരുദേവൻ. ഒരു പള്ളിയും ഉണ്ടാക്കിയിട്ടില്ല, ഒരു പള്ളിയും അദ്ദേഹം ഉണ്ടാക്കിയിട്ടില്ല. അതിന്റെ ഒന്നും പ്രതീകങ്ങൾ എവിടെയും പ്രതിഷ്ഠിച്ചിട്ടില്ല. അദ്ദേഹം ധാരാളം കീർത്തനങ്ങൾ എഴുതിയിട്ടുണ്ട്. എല്ലാം ഹൈന്ദവ ദൈവങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ദൈവിക സങ്കല്പങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്തുതികളും കീർത്തനങ്ങളും മാത്രമേ തൃക്കരങ്ങളെ കൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ രചിച്ചിട്ടുള്ളൂ. ഇന്ന് ചിലരുടെ താല്പര്യത്തിന് വേണ്ടി ശ്രീനാരായണ ഗുരുദേവനെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കി എടുത്ത് തങ്ങളുടെ കള്ളിയിൽ കയറ്റാൻ വേണ്ടി അദ്ദേഹം സനാതന ധർമ്മിയല്ല, ജാതിയില്ല, മതമില്ല എന്നൊക്കെ പറയുന്നവർക്ക് അവർക്കാണ് തെറ്റിയത്, വെള്ളാപ്പള്ളിക്കല്ല തെറ്റിയത്. ഒന്ന് കുമാരനാശാനുമായി തട്ടിച്ചു നോക്കിയാൽ മതി. അതിന്റെ ഇടക്കാലത്ത് SNDP പലപ്പോഴും ഈ പറഞ്ഞ പോലെ തന്നെ ഈ 12% സംവരണം അടക്കം മുസ്ലിം സമൂഹത്തിന് കൊടുക്കുമ്പോൾ അതിൽ പ്രതികരിക്കാത്ത SNDP നേതൃത്വങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. അതവരുടെ രാഷ്ട്രീയമായിരിക്കാം, അതവരുടെ ഭയമായിരിക്കാം, മറ്റു പലതുമായിരിക്കാം. അതിൽ നിന്ന് എന്താണ് SNDP എന്ന് ഒന്നാമത്തെ യോഗം സെക്രട്ടറി കുമാരനാശാൻ